Hello all. Hope you have understand what does it mean by a finite element method, or what's the difference between finite element method and finite element analysis. What are the important things in a finite element? What is mean by an element? What is not? What is the procedure? How we are doing a finite element method problem, or how we are using finite element method to solve a problem. I hope you understand all these things right now. So now we are going to study the for KTU syllabus. We are going to study the 6th module. So it mainly deals with the 2D element. There won't be any much problems. It's mostly of theoretical basis you have to study. What do you mean by shape function? You have already studied what is a shape function or interpolation function, what it is mean by what a 2D element, what are different types, how it's related things. Those are the things you are going to study in this module. So just wait and okay. So once again we are going to see what is a shape function. Hope എല്ലാവർക്കും shape function എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. We will either call it as a shape function, അല്ലെങ്കിൽ shape function എന്ന് പറഞ്ഞ് വിളിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പേര് പറഞ്ഞ് വിളിക്കുന്നത്, interpolation function എന്ന് വിളിക്കും. Interpolate ചെയ്യുക, മനസ്സിലായോ? Okay. As a definition, we can once again define what is a shape function. Okay. In FEA, we discretize the solution region into finite elements. All of you know that. That's the basis of a finite element method. We will discretize a infinite component into a finite elements. Okay. Then to conduct an analysis, we assume a displacement model to approximately indicate the variation of the displacement within the element. We already told what is a node, what's its importance. All the forces, all the stress, all the displacements are happening through the node. We don't know what's happening in between those nodes. In order to find, or in order to approximate what is the field variables, or what's happening to the field variable in between those two nodes, we are using this interpolation function or shape function. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ നോഡിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് വേരിയബിളിൻ്റെ കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഫീൽഡ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു എലമെൻറ്റിൻ്റെ അത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫീൽഡ് വേരിയബിൾ. ആ ഫീൽഡിനനുസരിച്ച് വേരി ചെയ്യുന്ന കാര്യം. ഓക്കെ, അതിന് നോഡിലുണ്ടാകുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. രണ്ട് നോഡിനിടയ്ക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളതിനെ പിന്നെ ഡിവൈഡ് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഒരു നോഡ് വരും. പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല ശരിക്കും ആദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ ഭാഗത്ത് എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് ഇപ്പം 10 മീറ്റർ നീളമുള്ള ഒരു ബാറാണെങ്കിൽ അതിനെ 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും ലെങ്ത് എത്രയാണ്? 1 മീറ്ററാണ്. ആ 1 മീറ്ററിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട്. 0.1, 0.2, 0.3. ഈ 0.1ൻ്റെ ഇടയ്ക്ക് 0.001, 0.00 അങ്ങനെ ഒത്തിരി ഇതുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കിപ്പം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നോഡലിലുണ്ടാകുന്ന ഫീൽഡ് വേരിയബിളിൻ്റെ ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്കുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു പോളിമോനോമിയൽ ചൂസ് ചെയ്യും. എന്തിനാണ് ഈ പോളിനോമിയൽ ചൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ തേർഡ് മോഡ്യൂളിൽ, KTUവിൻ്റെ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എങ്ങനെയാണ് നമ്മളൊരു ലൈൻ അല്ല ഒരു കേർവ് ഡ്രോ ചെയ്യുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് പോളിനോമിയലിൻ്റെ ഡിഗ്രീസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലിന് എത്രയും ബെറ്ററായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലീനിയർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പോളിനോമിയൽ ഇക്വേഷനാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പോളിനോമിയൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്യുക ഫീൽഡ് വേരിയബിളിനെ അക്രോസ് ദ എലമെൻറ്റ്. സോ ആ ചൂസ് ചെയ്യുന്ന പോളിനോമിയലിന് പറയുന്ന പേരാണ് ഷേപ്പ് ഫംഗ്ഷൻ. ഓ ദ പോളിനോമിയൽ ചൂസൺ ടു ഇൻ്റർപൊളേറ്റ് ദ ഫീൽഡ് വേരിയബിൾ ഓവർ ദ എലമെൻറ്റ് ആർ കോൾഡ് ഷേപ്പ് ഫംഗ്ഷൻ. What exactly this shape function is doing is that it is establishing a relationship between the displacement at any point in the element within the nodal displacement of the element. Okay, they establish the relationship between displacement or whatever be the field variable at any point in the element with the nodal displacement of the element. അതായത് ആക്ച്വലി നമുക്ക് നോഡൽ വാല്യൂസ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ.
അതിൻ്റെ ഇടയ്ക്കുള്ള ആ നോഡൽ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് എലമെൻറ്റിൻ്റെ അകത്തുള്ള ഏത് പോയിന്റിലെയും ഫീൽഡ് വേരിയബിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ഷേപ്പ് ഫംഗ്ഷൻ. ഇതിന് നമ്മൾ n എന്നാണ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് യൂസിങ് n, ക്യാപിറ്റൽ N. ഫോർ എക്സാമ്പിൾ, ഇഫ് u ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 dimension or in x-axis, then if n1, n2, n3 or nn, if there is n number of nodes nn, then the u can be calculated as n1 u1 plus n2 u2 plus etc nn un. So this is what is known as shape function. ഇതിനെയാണ് ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർപോളേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ 1 dimension എലമെൻറ്റിൻ്റെ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. ഇഫ് എനിബഡി ഹാവ് ഡൗട്ട്, പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. അതേഴ്സ് പ്ലീസ് continue. Okay, so this is about shape function. Okay, now we are going to see what is a 2-dimensional element. എന്താണ് 2-dimensional element? നമ്മൾ 1 dimension element ഓൾറെഡി കണ്ടു. 1 dimension element എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷനിൽ മാത്രമേ അതിൻ്റെ ആ എലമെൻറ്റ് 1 dimension ആയിട്ടുള്ള പ്രോബ്ലംസിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. 2-dimensional എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-dimensional പ്ലെയിനിൽ നമ്മൾ എലമെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് മറ്റേ 1-dimensional പ്ലെയിനിലാണ്. ഐദർ ഇൻ എക്സ് ഓർ ഇൻ വൈ ഓർ ഇൻ ഇസഡ്. എക്സും വൈയും വരത്തില്ല. എക്സും വൈ വന്നു കഴിഞ്ഞാൽ 2 dimensions ആയി, 2 ആക്സിസുകളായി, അല്ലെങ്കിൽ ഒരു പ്ലെയിനിനെ ക്രോസ് ആയി. ഓക്കെ, അപ്പം 2-dimension എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-dimensional element are defined by 3 or more nodes in a 2-dimensional plane. നമുക്കറിയാം ലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചാൽ ബാർ എലമെൻറ്റ്. അതിന് 2 എൻഡിനും ഓരോ നോഡുകൾ വേണമായിരുന്നു. ഓക്കെ, അപ്പം 2-dimensional എലമെൻറ്റ് വരണമെങ്കിൽ മിനിമം നമുക്ക് ഇപ്പോൾ എക്സ് ആക്സിസിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വൈയിൽ എക്സ് വൈ കിട്ടണമെങ്കിൽ വൈ വരണം, അല്ലെ എക്സ് ഇസഡ് കിട്ടണമെങ്കിൽ ഇസഡ് വരണം, അല്ല വൈ ഇസഡ് ഈ ഒരു രീതിയിൽ വേണമായിരുന്നു. വേറൊരു ആക്സിസിലും കൂടെ വേണമായിരുന്നു. ഒരു പ്ലെയിനിലായിരുന്നു അത് ഉണ്ടാവേണ്ടത്. സോ 2-dimension എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂടുതൽ എന്തായാലും വേണം, മിനിമം 3, പിന്നെ എത്ര വേണമെങ്കിലും ഉയർന്നു പോകാം. ഓക്കെ, സോ 2-dimensional elements are defined by 3 or more nodes in 2-dimensional plane. അതായത് ഒരു 2-dimensional പ്ലെയിൻ എക്സ് വൈ വൈ ഇസഡ് എക്സ് ഇസഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലെയിനുകളാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് 3 അതിൽ കൂടുതലോ നോഡുകൾ ഉള്ള ഒരു എലമെൻറ്റിനെയാണ് 2-dimensional എലമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ബേസിക് എലമെൻറ്റ് യൂസ്ഫുൾ ഫോർ 2-dimensional അനാലിസിസ് ഈസ് ട്രയാങ്കുലർ എലമെൻറ്റ്. നമ്മൾ ബേസിക്കായിട്ട് 2-dimensional അനാലിസിസിന് ഉപയോഗിക്കുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ എലമെൻ്റ് ആണ്. വേറെ ക്വാഡ്രിലാറ്ററലൊക്കെ ഉണ്ട്, റെക്ടാങ്കുലറും ഉണ്ട്. നമ്മൾ ട്രയാങ്കുലർ എലമെൻ്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന് 3 കോർണറുകളിലും ഓരോ നോഡുകളുണ്ടാവും. അപ്പോൾ അതാണ് ഒരു ട്രയാങ്കുലർ എലമെൻറ്റ്. പിന്നെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റുകളും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 2 ട്രയാങ്കുലർ എലമെൻറ്റുകൾ അസംബിൾ ചെയ്തും നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് വലിയ എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസ് അല്ലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫിഗർ, ഇപ്പോൾ ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്രയാങ്കുലർ, എന്താണ് ക്വാഡ്രിലാറ്ററൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇതിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്ന ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? 2-dimensional എലമെൻസിൻ്റെയാണ് കാണുന്നത്. ആദ്യം മോളിൽ കാണുന്ന ആ ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ എലമെൻറ്റ്, റെക്ടാങ്കുലർ എലമെൻറ്റ്, ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ്, പാരലോഗ്രാം, ഇതിനെ എല്ലാത്തിനെയും 2-dimensional എലമെൻറ്റുകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സിംപിളസ്റ്റ് ആയിട്ടുള്ളതും മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നതുമായിട്ടുള്ളത് ഏതാണ്? ആസ് ഐ സെഡ് ഏർലിയർ, ഇറ്റ്സ് ട്രയാങ്കുലർ എലമെൻറ്റ്. ഓക്കെ, റെക്ടാങ്കിൾ ഉപയോഗിക്കാം, റെക്ടാങ്കിളും ക്വാഡ്രിലാറ്ററിനും നമ്മളുടെ വ്യത്യാസം മനസ്സിലായില്ലേ? പാരലോഗ്രാം ഉപയോഗിക്കാം. സോ ഇതിൻ്റെ യൂസേജ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻസ് അനുസരിച്ചാണ് ഇത് മാറുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞു ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റുകളെ നമുക്ക് 2 ട്രയാങ്കുലറോ 4 ട്രയാങ്കിളിൻ്റെ അസംബ്ലി ആയിട്ടും ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ അതിന് 4 സൈഡുകൾ വേണം, അതിൻ്റെ ലെങ്ത്തുകൾ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ താഴത്തെ ഫിഗർ 3.2 നോക്കുവാണെങ്കിൽ ഇത് ഞാൻ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഈ ഫിഗർ 3.2 എന്നൊക്കെ തന്നെ വന്നേക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രയാങ്കിളുകളുടെ ഒരു അസംബ്ലേജ് ആണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 4 ട്രയാങ്കുലർ എലമെൻറ്റുകളുടെ ഒരു അസംബ്ലിയാണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. ഇത് ഹൈ എൻഡ് ആപ്ലിക്കേഷൻസിനാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം എന്താണ് 2-dimensional എലമെൻ്റ് എന്ന് ചുരുക്കത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ട്രയാങ്കിൾ തന്നെ എടുക്കാം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനല്ല, ഒറ്റ ഒരു ആക്സിസ് മാത്രമല്ല. അതിപ്പോൾ എക്സും വൈയിലും പോയാൽ മാത്രമേ നമുക്ക് ആ എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വൈ സെഡ് എക്സ് സെഡ് നമ്മളെടുക്കുന്ന നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിനനുസരിച്ച് നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനമായിട്ടുള്ള ഡിഫറൻസ്. ഇപ്പോൾ എടുത്തേക്കുന്നത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ റോഡിൻ്റെ ഒരു എൻഡാണ് കാണിച്ചേക്കുന്നത്. അതിന് നമ്മൾ അതിനെ ഇത് ചെയ്തേക്കുക, ഡിസ്ക്രിറ്റൈസ് ചെയ്തേക്കുക. എന്തായിട്ടും ട്രയാങ്കുലർ എലമെൻറ്റുകളായിട്ടാണ് അതിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്തേക്കുന്നത്. നേരത്തെ നമുക്കിത് റെക്റ്റാങ്കുലർ എലമെൻറ്റുകളായിട്ടും ഡിസ്ക്രീറ്റൈസ് ചെയ്യാം, പക്ഷേ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രയാങ്കുലർ എലമെൻ്റ് ആയിട്ടാണ്. സോ അപ്പം ട്രയാങ്കുലർ എലമെൻ്റ് ആയിട്ട് ചെയ്തപ്പോൾ കണ്ടോ, ആദ്യത്തെ എൻ്റെ ഒരു ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ സൈസ് വലുതായിരുന്നു. നമ്മുടെ ആ കോൺസെൻട്രേഷൻ പാർട്ട് വന്നപ്പോഴത്തേക്ക് ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ വലുപ്പം കുറഞ്ഞു വന്നു. കാരണം അവിടെയൊക്കെയാണ് കൂടുതൽ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് കുറയുന്നത്. സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂ ഉയരാം. ഇപ്പോൾ അതിൻ്റെ ആ മാക്സിമം ലിമിറ്റിൽ എത്തിയിട്ടില്ല എങ്കിൽ അതിൻ്റെ വാല്യൂ ഉയരും. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ ഉയരും. കാരണം അപ്രോക്സിമേറ്റ് ചെയ്യുക, കൂടുതൽ എലമെൻറ്റുകളുണ്ടോ അത്രയും ബെറ്റർ റിസൾട്ടുകളാണ് നമുക്ക് കിട്ടുക. സോ ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റൈസ് ചെയ്യുന്നത്. നിങ്ങൾ മെഷിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ കണ്ടു. മെഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കോ മാനുവലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ കൺട്രോൾ ചെയ്ത് സോഫ്റ്റ്വെയർസിൽ കൊടുക്കാം. മാനുവൽ ആണെങ്കിലും കൊള്ളാം, ഓട്ടോമാറ്റിക് ആണെങ്കിലും കൊള്ളാം, വാട്ട് ഓവർ വേ. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, മെഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ റോഡിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്തേക്കുക. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എലമെൻറ്റ് എന്താണ്? പ്ലെയിൻ, സ്ട്രെയിൻ, ട്രയാങ്കുലർ എലമെൻറ്റ്. ഇതിനൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾ ആ സോഫ്റ്റ്വെയർസ് എടുത്തിട്ട് അതിൻ്റെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി? അത് എക്സ് ആക്സിലോട്ട് ഡീഫോർമേഷൻ ആവോ, അതിന് സ്ട്രെസ് എടുക്കാൻ പറ്റുമോ, അതിന് സ്ട്രെയിൻ എടുക്കാൻ പറ്റുമോ? നമ്മൾ ഓരോരോ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഓരോ എലമെൻറ്റുകൾ ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ 1-dimensional പ്രോബ്ലം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 1-dimensional പ്രോബ്ലത്തിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്ന ആ ഒരു വൈ എന്ന് പറയുന്ന ആ ഒരു 1-dimensional മാത്രമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. 2-dimensional പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫൈനൈറ്റ് എലമെൻറ്റ് ഫോർമുലേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സെയിം സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. മറ്റേതിൻ്റെ അത് ഫോഴ്സും സ്ട്രെസ്സും ഡിസ്പ്ലേസ്മെൻറ്റും എല്ലാം ഏത് ആക്സിസിലായിരുന്നു? ഒന്നെങ്കിൽ എക്സ് ആക്സിസ്, എഫ് എക്സ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാകുള്ളൂ, അല്ലെ എഫ് ഐ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നെങ്കിൽ എക്സിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ല വൈയിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് രണ്ടിടത്തോട്ട് എക്സിലും വൈയിലും ഉള്ളത് ഇത് ചെയ്യണം. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ചു. ഓക്കെ, നമ്മൾ യു എന്ന് പറഞ്ഞിട്ട് U1 U2 എന്നൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് യു എന്ന് പറയുന്നതിൻ്റെ യുവും വരും വിയും വരും. എക്സ് ആക്സിസിലും ഡീഫോർമേഷൻ ഉണ്ടാവും, വൈ ആക്സിസിലും ഡീഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3 നോഡ് ഉണ്ടെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ തന്നെ വരും? UX, UY, VX, VY മീൻസ് അങ്ങനെയല്ല വരിക. ഓക്കെ, U1X, V1Y, U2X, U2Y, U3X, V3Y. ഇങ്ങനെ എക്സിലും വൈയിലും കൂടെ ആയിരിക്കും 3 നോഡിലെയും ഡിസ്പ്ലേസ്മെൻറ്റുകൾ വരും. അപ്പോൾ നമ്മൾ അതെല്ലാം സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം ഈ 2-dimensional എലമെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ എഴുതി ചെയ്ത പോലെ പ്രോബ്ലം അത്ര സിമ്പിൾ അല്ല. ഇറ്റ് വിൽ ബിക്കം ലിറ്റിൽ more hard to solve. We can solve it easily, but it will be little hard to solve. So എക്സിൻ്റെയും വൈൻ്റെയും കോമ്പണൻസ് ആയിട്ട് നമ്മൾ യുവും വിയും എല്ലാം യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് സ്ട്രെസ്സിനും ചേഞ്ചസ് വരും. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിലെയും സ്ട്രെസ് വരും, UXും വരും, UYയും വരും. പിന്നെ പോരാത്തതിന് അതിൻ്റെ അത് ഷിയർ സ്ട്രെസ്സും കൂടെ കയറി വരും. ഓക്കെ, കാരണം 2 ഇതാണുള്ളത്, ഫേസും വരും. അപ്പോൾ അവിടുത്തെ ഇതും കൂടെ വരണം. സ്ട്രെയിനും അതുപോലെ തന്നെ ബോഡി ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് FX, FI വരും. നേരത്തെ ഏതെങ്കിലും ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള ചേഞ്ച്. എല്ലാത്തിൻ്റെ അകത്തും ഈ എക്സിൻ്റെയും വൈൻ്റെയും കോമ്പണൻസ് കയറി വരും. അല്ലാതെ ഒരു സിംഗിൾ കോമ്പണൻ്റായിട്ട് നമ്മൾ ഒരിക്കലും ഇതിനെ പറയാറില്ല. ഓക്കെ, ഇപ്പം 2-dimensional എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 തരം അനാലിസിസുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒന്ന് പ്ലെയിൻ സ്ട്രെസ് അനാലിസിസും മറ്റേത് പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ്. ഇത് രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം 2-dimensional എലമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം അല്ലെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം. So we will see what does it mean by a plane stress or what does it mean by a plane strain. Okay,
പിന്നെ നമ്മൾ കാണാൻ പോകുന്ന പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണ്. ഞാൻ ആ ഹെഡിങ് ഇത് ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തുവാണ് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്പേഴ്സ് ഉണ്ട്, തിന്നായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ഇസഡ് ഡയമെൻഷൻ വളരെ ചെറുതായിരിക്കും. എക്സ് വൈ ഡയമെൻഷനെ കമ്പയർ ചെയ്ത് ഇസഡ് ഡയമെൻഷൻ വളരെ ചെറുതായിട്ടുള്ള ടൈപ്പ് മെമ്പേഴ്സിൻ്റെ അകത്തെ ലോഡ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഈ എക്സ് വൈ പ്ലെയിനുകളിൽ മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ അതിൻ്റെ അകത്തെ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിന് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് എന്ന് പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇസഡ് ആക്സിസ്, അതായത് ഇപ്പോൾ ഈ പ്രോബ്ലംസ് എടുക്കുക, പ്ലേറ്റ് വിത്ത് എ ഹോൾ അല്ലെ പ്ലേറ്റ് വിത്ത് എ ഫിലറ്റ്. അപ്പോൾ അതിൻ്റെ അകത്തെ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഇവിടെ മാത്രമേ അതിൻ്റെ സ്ട്രെസ് ആക്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഡയമെൻഷൻസ് വളരെ കൂടുതലാണ്. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് ആക്സിസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ് വൈ ഡയമെൻഷൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലത്തിൻ്റെ ഓക്കെ, അതായത് എക്സ് വൈ പ്രോബ്ലം എന്ന് മീൻസ് എക്സ് വൈ പ്രോബ്ലം അല്ല, പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ മാത്രമേ ലോഡുകൾ ആക്ട് ചെയ്യത്തുള്ളൂ. ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലത്തിനെയാണ് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് നമ്മളിവിടെ പറഞ്ഞു. പ്ലേറ്റ് വിത്ത് എ ഹോൾ, പ്ലേറ്റ് വിത്ത് ഫില്ലറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. ലോഡുകളെല്ലാം ആക്ട് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലേറ്റ് വിത്ത് എ ഹോൾ, പ്ലേറ്റ് വിത്ത് എ ഫില്ലറ്റ്. സോ ഇതിൻ്റെ അകത്തെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്തെ നോർമൽ ഇസഡ് ആക്സിസിലുണ്ടാകുന്ന നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ഇസഡ് ആക്സിസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സുകൾ എന്നും പറഞ്ഞാൽ 0 ആണ്. ദിസ് കേസ് സിഗ്മ ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ടോ എക്സ് ഇസഡ് ആൻഡ് ടോ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതിലോട്ട് തന്നെ നോക്കണം കേട്ടോ, നേരെ മനസ്സിലാകത്തുള്ളൂ. ഇസഡ് തീരെ ചെറുതാണ്, അവിടെ ലോഡുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല. ലോഡുകൾ ആക്ട് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്സുകളെല്ലാം 0 ആണ്. ഷിയർ സ്ട്രെസ്, നോർമൽ സ്ട്രെസ് എല്ലാം ആ ആക്സിസ് വരുന്നത്. ഇതിപ്പോൾ എക്സ് വൈ തന്നെ വരണമെന്നില്ല. ഇപ്പം വൈ ഇസഡ് പ്ലെയിനിലായിരിക്കാം ചിലപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ഒരു ലെങ്ത് ആണെങ്കിൽ അവിടുത്തെ സ്ട്രെസ് ആയിരിക്കും 0. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോബ്ലം ഓർ ദ ഡൊമൈൻ. ഓക്കെ, സോ അപ്പം ഇതാണ് ആക്ച്വലി പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലെങ്കിൽ ഡിസ്കഷൻ ഫോറത്തിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം. പിന്നെ അടുത്ത് പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ്. പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ് നമ്മൾ ആദ്യം പഠിച്ചെന്തോ പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ്. ഇനിയുള്ളത് പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ്. പ്ലെയിൻ സ്ട്രെസ്സിൻ്റെ അകത്ത് എന്തായിരുന്നു, ആ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്ലെയിനിലല്ലാത്ത ആ ഡയമെൻഷനുള്ള സ്ട്രെസ്സുകൾ 0 ആണ്. പ്ലെയിൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്ലെയിൻ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഇൻ വിച്ച് strain normal to xy plane and shear strain are assumed to be 0. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സ് വൈ പ്ലെയിൻ നോർമലായിട്ടുള്ള ഡയമെൻഷനിലെ സ്ട്രെയിനും അതിനോടനുബന്ധിച്ചുള്ള ഷിയർ സ്ട്രെയിനും 0 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഡാം, പൈപ്പ്, ഇങ്ങനത്തെ സബ്ജക്റ്റുകളുണ്ട്, അല്ല ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ലെങ്തിൽ ഈ ലോഡുകളെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അതായത് എക്സ് വൈ പ്ലെയിനിന് ഓവറോളായിട്ടുള്ള ആ ലെങ്തിൽ ലോഡുകളെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് എന്തുവാ, ഇസഡ് പ്ലെയിൻ ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് എല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസാണ് പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ്, പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ്, ഈ ടൈപ്പ് പ്രോബ്ലത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും 2 ഡയമെൻഷണൽ എലമെൻറ്റുകൾ, അതായത് ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, ക്വാഡ്രിലാറ്ററൽ അങ്ങനത്തെ എലമെൻറ്റുകളെല്ലാം യൂസ് ചെയ്യുന്നു. അപ്പം പ്ലെയിൻ സ്ട്രെയിനിൽ നോർമൽ സ്ട്രെയിൻ, അതായത് ഇസഡ് ഈക്വൽ ടു 0, ഷിയർ സ്ട്രെസ്സസ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സസ് എല്ലാം ഷിയർ സ്ട്രെയിനുകളാണ്. ഓക്കെ, അത് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് വന്ന പ്രോബ്ലമാണ്. അത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഷിയർ സ്ട്രെസ്സുകളല്ല, ഷിയർ സ്ട്രെയിനുകളാണ് 0. ഗാമ എക്സ് ഇസഡും ഗാമ വൈ ഇസഡും ഇസഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ട്രെയിനുകളും 0 ആയേക്കണം. അപ്പം എന്താ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം, എന്താണ് പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം?
സ്ട്രെസ് വരുമ്പോഴത്തേക്ക് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഭാഗത്തെ സ്ട്രെസ്സുകളെല്ലാം 0. സ്ട്രെയിൻ വരുമ്പോഴത്തേക്ക് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടുള്ള സ്ട്രെസ്സുകളെല്ലാം 0. അപ്പം പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം നമ്മൾ എവിടെ എടുക്കുക? ഇപ്പോൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡാമിൻ്റെ പ്രോബ്ലം തരുന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം ഈ Z = 0. കാരണം അതിന് Z ആക്സിസിൽ ഒരു സ്ട്രെയിൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷിയർ സ്ട്രെയിനുകളും എല്ലാം 0 ആണ്. ഇപ്പോൾ ഒരു ഫില്ലറ്റിൻ്റെ ഇത് തരുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കെന്ന് മനസ്സിലാക്കാം അതിന് Z ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സ്ട്രെസ്സുകളൊന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ട്രെസ്സുകളുടെ കാര്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫൈനൈറ്റ് എലമെൻറ്റ് മോഡലിംഗ് ആണ്. ഓക്കെ, ഫൈനൈറ്റ് എലമെൻറ്റ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റുകളുടെ കറക്റ്റായിട്ട് മോഡൽ ചെയ്യുക. അപ്പോൾ ആദ്യം മോഡൽ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? 2 പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റൈസേഷൻ ഓഫ് സ്ട്രക്ചർ, രണ്ടാമത്തേത് നമ്പറിങ് ഓഫ് നോട്ട്സ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്പറിങ് കൊടുക്കണം. നമ്മൾ ഫൺ ഡയമെൻഷൻ പ്രോബ്ലത്തിൽ നമ്പറിങ് കൊടുത്തൊക്കെ ഓർക്കുന്നുണ്ട്. 2 രീതിയിൽ നമ്പറിങ് ചെയ്യുന്നതിൽ പല രീതിയിൽ നമുക്ക് നമ്പറിങ് ചെയ്യാം, പ്രോബ്ലം സോൾവ് ആയും കിട്ടും. നമ്മൾ അതിൻ്റേതായ കൃത്യമായുള്ള രീതിയിലും നമ്പറിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? കൃത്യമായിട്ടുള്ള നമ്പറിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ ടൈം കുറയ്ക്കാൻ പറ്റും. ചെയ്തില്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ടൈം കൂടും. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ടൈം കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടൈമാണ് ആക്ച്വലി അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടൈം കോസ്റ്റ് മണി ഓൾവേസ് നിങ്ങൾക്കറിയാം. സമയം കൂടുന്നതിനനുസരിച്ച് പ്രോബ്ലം ചെയ്യാനുള്ള സമയം കൂടുന്നതിനനുസരിച്ച് വേറൊരാൾ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കസ്റ്റമേഴ്സിനൊക്കെ എപ്പോഴും വരിക പെട്ടെന്ന് പ്രോബ്ലം ഏറ്റവും അക്യുറേറ്റായിട്ട് ഏറ്റവും പ്രോബ്ലം ഒന്നും ഇല്ലാതെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ചൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്പറിങ് ഓഫ് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്താണ്? ഡിസ്ക്രീറ്റൈസേഷൻ. ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി യു നോ വാട്ട് ഈസ് എ ഡിസ്ക്രീറ്റൈസേഷൻ. വി ആർ ഡിവൈഡിങ് ദ സ്ട്രക്ചർ ഇൻറ്റു കൺവീനിയൻറ്റ് നമ്പർ ഓഫ് സ്മോളർ കോമ്പണൻസ്. ഓക്കെ, as told in the slide or in the video, the art of subdividing a structure into a convenient number of smaller components is known as discretization. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അത്രയും എണ്ണത്തിൽ അല്ല അത്രയും ചെറുതായിട്ട് നമ്മൾ ഈ സ്ട്രക്ചറിനെ സബ്ഡിവൈഡ് ചെയ്യുന്ന ആ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്ക്രിറ്റൈസേഷൻ. In 2-dimensional problems, 3 kinds of finite elements are used. We already studied what are the 2-dimensional what are those elements. Okay, triangular element, rectangular element, quadrilateral element, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓക്കെ, സോ ഇൻ ട്രസ് the above 3 elements are physically present. ട്രസ് ടൈപ്പ് പ്രോബ്ലത്തിന് ഇങ്ങനത്തെ 3 എലമെൻറ്റുകളും ഫിസിക്കലി പ്രസൻ്റ് ആണ്. പക്ഷേ ഒരു കണ്ടിന്യൂത്തിൽ ഈ 3 എലമെൻറ്റുകളും ഇമാജിനറിയാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഓക്കെ, ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആകാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റൈസ് ചെയ്തേക്കുകയാണ്. ട്രയാങ്കുലർ എലമെൻറ്റുകളായിട്ട് ഒരു 8 എലമെൻറ്റുകളായിട്ട് ഡിസ്ക്രീറ്റൈസ് ചെയ്യുക. അപ്പം നോഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നോഡ്, ഓക്കെ, നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 അങ്ങനെ 5 9 വരെ നമ്പർ ഇട്ടേക്കുന്നുണ്ട്. അതിനെയാണ് നോഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടിന്യൂറ്റിയാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്തത്. അപ്പം പക്ഷേ ട്രയാങ്കുലർ എലമെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ കണ്ടിന്യൂത്തിൻ്റെ ഫുൾ ബോഡി ഇതിൻ്റെ അത് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കുറേ ഭാഗങ്ങൾ അൺഫിൽഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ എന്താ ചെയ്യണേ? അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ ചെറിയ എലമെൻറ്റുകൾ ഉപയോഗിച്ച് അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആ ലോഡ് വരുന്ന ആ ഭാഗത്താണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പോൾ അവിടെ സ്മോളർ എലമെൻറ്റുകൾ ചൂസ് ചെയ്താണ് നമ്മൾ ആ കർവ്ഡ് ആയിട്ടുള്ള ബൗണ്ടറീസൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം അതൊക്കെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ പ്രോബ്ലത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളാണ്. സോ അവിടെ നമ്മൾ സ്മോളർ എലമെൻറ്റുകൾ വെച്ച് ഫില്ല് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്പറിങ് ഓഫ് നോട്ട്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ നമ്പറിങ് ചെയ്യുന്നത്? അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു 1 ഡയമെൻഷൻ പ്രോബ്ലത്തിന് നോഡിന് എങ്ങോട്ടായിരുന്നു മൂവ് ചെയ്യാൻ പറ്റുന്നത്? +or-x അല്ലെ +or-y അല്ലെ +or-z, ആ ഒരു ഡയറക്ഷനിൽ അല്ലെ 2 ഡയറക്ഷനിൽ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയും 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ 2 ഡയമെൻഷൻ പ്രോബ്ലത്തിൽ വരുമ്പോഴത്തേക്ക് ഓരോ നോഡും, ഇപ്പം ട്രയാങ്കുലർ എലമെൻ്റ് ആണെങ്കിൽ 3 നോഡുകൾ ഉണ്ടാവും.
അപ്പോൾ ഈ ഓരോ നോഡിനും 2 ഡയറക്ഷനിലാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് നോഡ് ഈസ് പെർമിറ്റഡ് ടു മൂവ് ഇൻ 2 ഡയറക്ഷൻ, അതായത് എക്സ് ആൻഡ് വൈ. സോ ഈച്ച് നോഡ്, അപ്പോൾ ഓരോ നോഡിനും ഉള്ളത് 2 degrees ഓഫ് ഫ്രീഡമാണ്. 3 നോഡ് ഫൈനൈറ്റ് എലമെൻറ്റ് ഈസ് ഷോൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ട്രയാങ്കുലർ എലമെൻ്റ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ഓരോ നോഡിലും 2 വീതം. അപ്പോൾ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 6 degrees ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പറിങ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് പ്രധാനമായിട്ട് 2 തരം നമ്പറിങ്ങാണ് ഉള്ളത്. ഒന്ന് ലോക്കൽ നമ്പറിങ്ങും ഉണ്ട്, മറ്റേത് ഗ്ലോബൽ നമ്പറിങ്ങും ഉണ്ട്. ലോക്കൽ നമ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നമ്പറിംഗ് ആണ്. പ്രധാനമായിട്ടും 3 നമ്പറുകളാണ് ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് എടുക്കണം. 1 2 3 എന്ന് പറഞ്ഞ 3 നമ്പറുകളുണ്ട്. ഓക്കെ, ഗ്ലോബൽ നമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗ്ലോബലൈസ് ആ ടോട്ടൽ കണ്ടിന്യൂം അല്ലെ ടോട്ടൽ ഡൊമൈൻ എടുക്കുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്പറിങ്ങിനെയാണ് നമ്മൾ ഈ ഗ്ലോബൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ നമ്പേഴ്സ് നിങ്ങൾ നേരത്തെ പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ അകത്തെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് നമ്പർ നോഡെന്ന് പറഞ്ഞാൽ 1, സെക്കൻഡ് നോഡെന്ന് പറഞ്ഞാൽ 2, തേർഡ് നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. സെക്കൻഡ് എലമെൻ്റ് എടുക്കാം. സെക്കൻഡ് എലമെൻറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, സെക്കൻഡ് നോഡ് 3, തേർഡ് നോഡ് 4. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്തെ ഒരു നമ്പറിങ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് കണക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ഈ ലോക്കൽ ഗ്ലോബൽ കറസ്പോണ്ടൻസ് വെച്ചാണ് നമ്മൾ കണക്ടിവിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അത് ഡിസ്കഷൻ സെഷനിൽ വരുമ്പോഴത്തേക്ക് ചോദിച്ചാൽ മതി. അപ്പോൾ ഇനിയും കാണാൻ പോകുന്നത് ട്രയാങ്കുലർ എലമെൻറ്റുകൾ എന്നാൽ എന്താണെന്നാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രയാങ്കുലർ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ എലമെൻ്റ് ആണ്. ഒരു 2 dimension എലമെൻറ്റിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് എലമെൻറ്റിനെയാണ് ഈ ട്രയാങ്കുലർ എലമെൻ്റ് എന്ന് പറയുന്നത്. അതിനെ ലീനിയർ 2 ആയിട്ടാണ് ഇതിനെ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റും ഉണ്ട്. അതിനെ CST എലമെൻ്റ് എന്ന് പറയുന്നത് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തുവാ CST, എന്തുവാണ് LST. അപ്പം CST എലമെൻ്റ് എന്നും പറയും. ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റിനെ LST എലമെൻ്റ് എന്നും പറയും. ഓക്കെ, അപ്പം അതിൻ്റെ ആദ്യത്തെയാണ് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ് അല്ലെങ്കിൽ CST എലമെൻ്റ് എന്ന് പറയും. ഓക്കെ, CST എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെയിൻ എപ്പോഴും കോൺസ്റ്റൻറ്റ് സ്ട്രെയിനുകളായിരിക്കും. അപ്പോൾ ഒരു 3 നോഡ് ട്രയാങ്കുലർ എലമെൻറ്റിനെയാണ് നമ്മൾ CST എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 6 അൺനോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ U1 ഫസ്റ്റ് നോഡിൽ U1 V1, സെക്കൻഡ് നോഡിൽ U2 V2, തേർഡ് നോഡിൽ U3 V3. അപ്പോൾ ഇതിനെ CST എന്ന് വിളിക്കുന്നതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റൻറ്റ് സ്ട്രെയിനിലാണ്. എന്തോ സ്ട്രെയിൻ എന്ന് നിങ്ങൾക്കറിയാം. എന്തോ സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എലമെൻറ്റിനെ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ എലമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ട്രയാങ്കുലർ എലമെൻറ്റുകളിൽ ഒരെണ്ണമാണ് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ഇൻ ട്രയാങ്കുലർ എലമെൻറ്റും ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റും. അപ്പം നമ്മൾ ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട. ജസ്റ്റ് അത് അവിടെ ഒരു ലീനിയറായിട്ടായിരിക്കും ഓരോ നോഡിലും സ്ട്രെയിൻ ഉണ്ടാകുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. കോൺസ്റ്റൻറ്റ് സ്ട്രെയിനിൽ എല്ലാ നോഡിലും ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ എലമെൻറ്റിനാണ് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ എലമെൻറ്റ് അല്ല CST എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ബോർഡ് പോലെ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അല്ലാതെ ക്ലിയർ ആണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പം അടുത്ത വീക്കിലെ ക്ലാസ്സിൽ, അടുത്ത വീക്കും തേഴ്സ്ഡേ തന്നെയാണെന്ന് തോന്നുന്നു, തേഴ്സ്ഡേയിലെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഷേപ്പ് ഫംഗ്ഷൻ ഒരു CST എലമെൻറ്റിൻ്റെ എങ്ങനെ ഡെറൈവ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിച്ചാൽ മതി.